അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ വീഡിയോ 2 minutes അബോ കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരക്കുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് പോയിക്കോട്ടോ. എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലൊക്കെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ജോലി നോക്കുമ്പോൾ നമ്മളെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസക്കൊക്കെ അത്യാവശ്യം വരുന്ന സമയത്ത് കുറെ ആരെങ്കിലൊക്കെ വന്നിട്ട് കുറെ പൈസയൊക്കെ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാർ ആരെങ്കിലൊക്കെ നമ്മളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ വെറുതെയാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഈ എക്സ്പെക്ടേഷനൊക്കെ മാറിയത് കുറച്ച് കാലം മുന്നെയാണ്. എനിക്ക് ഇതുപോലൊരു കാര്യം എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടി. ഇത് നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രതീക്ഷകൾക്കൊന്നും ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ തന്നെ ചെയ്യും. നാളത്തേക്ക് വെക്കാറില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. നമ്മൾ വിചാരിക്കും നാളത്തേക്കോ അല്ലെങ്കിൽ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പരിപാടി നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യുക. നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. വേറെ ആരും വന്നിട്ടൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ഇരുന്ന് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം കൊടുത്തിട്ട് ആ സ്റ്റക്ക് എന്താണെന്ന് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. കാരണം ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങളെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരാൾക്കും മനസ്സിലാവില്ല നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായിട്ടുള്ളതെന്ന്. ആ കേസിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സമയം കൊടുത്തിട്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക കേട്ടോ.